ഒരിക്കൽ കൂടി PC ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ബഹുമാനപ്പെട്ട മാജിദ നിവേദനം ചെയ്തിരിക്കുന്നതെന്ന് ഓളെ തന്ത പറഞ്ഞതായിട്ട് ആരോ ഒരാൾ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ലോകം മൊത്തം ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ വരും. അതിനാണ് ഇവർ കളിക്കുന്നത്. പക്ഷെ ഓക്കറിയില്ലെങ്കിലും ഓളെ തന്തക്ക് നന്നായിട്ട് അറിയാം. അവസാന കാലത്തോടടുക്കുമ്പോൾ ലോകം ഇസ്ലാമിക ഭരണത്തിലേക്ക് എത്തും എന്നുള്ളത് ഓളെ തന്തക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് തന്ത പറഞ്ഞു കൊടുത്തിട്ട് ഇവള് നിവേദനം ചെയ്തത്. അല്ലാജിത നിനക്ക് ഈ ഉടായ്പ നിർത്താൻ സമയമായിട്ടില്ലേ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. സത്യത്തിൽ ഇതിൻ്റെ പ്രശ്നമുണ്ട്. ഇസ്ലാമിനെ ചീത്ത വിളിക്കുക, ഇസ്ലാമിനെ കുറ്റം പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക. നീ അവിടെ 2-3 ഹദീസ് ഇട്ടിട്ടുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനികൾക്കും യഹൂദികൾക്കും സലാം പറയരുത്, അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അങ്ങനെ യഹൂദികളും ക്രിസ്ത്യാനികളുമായിട്ടല്ല പറഞ്ഞത്. നീ എന്തിനാ ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അമുസ്ലിങ്ങൾക്ക് സലാം പറയരുത് എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. കാരണം അവർക്ക് മടക്കാനേ അറിയില്ല. അത് പറയരുത് എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. അത് ഇപ്പോൾ അല്ല, നീ നേരത്തെ സൂചിപ്പിച്ചില്ലേ, 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. അത് അവസാന നാൾ വരെ ഞങ്ങളത് ഫോളോ ചെയ്യും. മനസ്സിലായ? അത് നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാൽ നിയമം മാറ്റാൻ വേണ്ടി പറ്റില്ല. അത് വേറെ കാര്യം. പക്ഷെ സലാം പറയുന്നതിന് പ്രശ്നമൊന്നും ഇല്ല കേട്ടാ. നീ പറയുമ്പോൾ സലാം പറഞ്ഞ വലിയ ദീനിന്ന് പുറത്താവുന്നുള്ള ആ നിയമമൊന്നുമില്ല. പിന്നെ വേറൊരു ഹദീസ് കണ്ടത്, റസൂലുള്ളാഹി പറഞ്ഞെങ്കിലും ക്രിസ്ത്യാനികളെയും യഹൂദികളെയും ഞങ്ങൾ ഈ അറബ്യൻ മണ്ണിൽ പുറത്താവുന്നു. അതിൻ്റെ സാഹചര്യം ഒന്ന് വിവരിക്കാവോ? സാഹചര്യം മാജിദാക്കൾ, അതിൻ്റെ സാഹചര്യം നിനക്ക് വിവരിക്കാൻ വേണ്ടി പറ്റുമോ? അറിവില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കഴുത്തിൽ കെട്ടി നടക്കല്ലേ മാജിദ. നിന്റെ പ്രശ്നം എനിക്ക് സത്യത്തിൽ എന്തെന്നുള്ളത് നന്നായിട്ട് അറിയാം. ഞാൻ കുറേ വീഡിയോ നിന്റെ മുമ്പ് കണ്ടിട്ടുണ്ട്. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കഞ്ഞി കുടിക്കാൻ വകയില്ല. അപ്പോൾ മുസ്ലിങ്ങളെ തെറി വിളിച്ചെങ്കിൽ സംഖ്യകൾ എവിടുന്നെങ്കിലും കടമായിട്ടെങ്കിലും നിങ്ങൾക്ക് കഞ്ഞോട്ട് തരും. അതിങ്ങനെ കുടിച്ചിട്ട് രാത്രിയാകുമ്പോൾ എല്ലിൻ്റെ ഇടക്ക് കുത്തുമ്പോൾ നീ വീണ്ടും വരും 6-ാം നൂറ്റാണ്ടിൻ്റെ കഥ എടുത്തോണ്ട്. എടാ, വീട് 6-ാം നൂറ്റാണ്ടിൻ്റെ കഥ 6-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയത് എപ്പോൾ അവസാനിക്കും അറിയോ? അവസാന നാളിൽ. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ജീവിത രീതിയാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു ആവിഷ്കാരമാണത്. അത് മാറ്റാൻ നീയല്ല, നിനക്ക് പിന്നിലുള്ള എല്ലാ സംഘികൾ ചേർന്നാലും, സംഘികളെ ഭരിക്കുന്ന നേതാക്കന്മാർ ചേർന്നാലും, ഇതിന് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡൻറ്റും ഇസ്രായേൽ പ്രസിഡൻറ്റും സൗദി രാജാവും വിചാരിച്ചാലും നടക്കാത്ത കാര്യം ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും അതുപോലെ അതിൻ്റെ ജീവിത രീതിയെയും സംസ്കാരത്തെയും മാറ്റിമറിക്കാൻ പറ്റില്ല. കുരച്ചിട്ട് കാര്യമില്ല മാജിദ. പട്ടി കുരക്കും പോലെ നീ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നിട്ട് കുരക്കല്ലാതെ നിന്നെക്കൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല. നീ എത്ര വേണമെങ്കിലും കുരച്ചോ. ഇതിനു മുമ്പ് കുറേ ആൾക്കാർ നോക്കിയിട്ട് ഒഴിവാക്കിയതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കള്ളപ്രവാചകന്മാർ വരെ വന്നിട്ടുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കഴിഞ്ഞിട്ടില്ല. നിന്റെ തന്തയുണ്ടല്ലോ അബൂജഹൽ, വിവരമില്ലാത്തവൻ്റെ തന്തയെന്ന് പറയാം. അബൂജഹലിൻ്റെ അർത്ഥം അതാ.
അവൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. നമ്രൂദ് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. ഇബ്ലീസ് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. പിന്നെ എന്തോന്ന നീ അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കട്ടെ, നീ എന്തിന് പറയുന്നു? ആര് തിരുത്താന്? കുറേ സംഖ്യകൾ നിനക്ക് ഇങ്ങനെ ചാണകം വാരി ഇങ്ങനെ നിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ തിന്നിക്കുന്നല്ലാതെ നിനക്ക് എന്തുകൊണ്ട് ഇത് കുറച്ച് മൂത്രം കുടിക്കാൻ കിട്ടും. ഗോശാലയിൽ ഇപ്പം 500 റുപ്യ കിട്ടുന്നു. അത് സംഖ്യകളിൽ നിനക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുതരും. വേറൊരു ഉപകാരം ഇതിനെ കൊണ്ടുപോകാൻ കാണുന്നില്ല. മാലിക, ഞാൻ നല്ലൊരു പണി പറഞ്ഞുതരാം. നിനക്ക് ചോറ് വയ്ക്കാനുള്ള നിൻ്റെ ചോറിൻ്റെ പ്രശ്നമാണ് നിനക്കെങ്കിൽ, അതായത് നിനക്ക് പട്ടിണിയാണെങ്കിൽ നീ വെറുതെ ഒരു സമുദായത്തിനെ കുറ്റം പറഞ്ഞ് തിന്നാൻ നിൽക്കണ്ട. അത് നല്ലതല്ല. അതിനേക്കാളും നല്ലത് എന്താ അറിയുമോ? ഏതെങ്കിലും അമ്പലത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഒരു തോർത്ത് വിരിക്കുക. അപ്പം തോർത്ത് വിരിക്കുമ്പോൾ ആൾക്കാരെന്തെങ്കിലും ഒരു ചില്ലറ പൈസ ഇടാതിരിക്കില്ല. ഒരു 10, 100, 150 ഉറുപ്പിക നിനക്ക് കിട്ടും. നിനക്ക് ചോറ് വയ്ക്കാനുള്ള കാശ് എങ്ങനെയായാലും നിനക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. മുസ്ലിം പള്ളീൻ്റെ മുമ്പിലും ദർഗൻ്റെ മുമ്പിലും പോകരുത്. അവിടെ 6-ാം നൂറ്റാണ്ടുകാരാ. അവർ തരൂലെന്ന് മാത്രമല്ല, നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നിന്നെ ഓടിക്കുന്ന വഴി കാണില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത് ട്ടാ. മേൽ നിനക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കുക. മതമില്ലാതെ നിനക്ക് ജീവിക്കുക. ഇസ്ലാമിൻ്റെ പെരടിക്ക് കുതിര കയറിയ പിന്നെ ഞാൻ വരുന്നത് വേറെ രൂപത്തിലാണ്. എനിക്കൊരു പേടിയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. തീരെ പേടിയില്ല. എനിക്കാകെ പേടിയുള്ളത് എന്നെ മാത്രമാണ്. പിന്നെ ഞാൻ വരുന്നത് വേറൊരു രീതിയിലായിരിക്കും. പിന്നെ ഇത്ര ഡീസൻ്റുള്ള വീഡിയോ നീ കാണില്ല. പിന്നെ വേറൊരു വീഡിയോ നീ കാണും ട്ടാ. മറക്കരുത്. എൻ്റെ പേര് ഒപ്പിച്ച PC. മനസ്സിലായോ?